എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ മത്രയിലും സുൽത്താൻ്റെ പാലസിലും ഒക്കെ ഒന്ന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ പോയ വഴിക്ക് അവിടെ നോക്കിയപ്പോൾ കാണാം കൂട്ടുകാരെ അടീനിയും പൂത്ത് കൊലച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതലും അമ്മമാർക്കും പെൺകുട്ടികൾക്കും എല്ലാം ഇഷ്ടമുള്ളൊരു സംഭവമാണ് പൂക്കളും ചെടികളും എല്ലാം. ഇപ്പോഴത്തെ ആൺകുട്ടികളും മോശമല്ല കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് ആൺകുട്ടികൾ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരുപാട് നല്ല നല്ല വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും സൂക്കിലൊന്ന് പോവുക എന്നുള്ളതായിരുന്നു. എനിക്ക് മയിൽപ്പീലി വേണമായിരുന്നു. ഇനിയിപ്പോൾ വിഷു അല്ലേ വരുന്നത്, അപ്പോൾ മയിൽപ്പീലി വേണമായിരുന്നു. അപ്പോൾ നമ്മൾ സൂക്കിനകത്തേക്ക് കയറിയപ്പോഴത്തേക്കും ഏറെക്കുറെ കടകളും അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ആ സൂക്കിനകത്തുള്ള അതിമനോഹരമായൊരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ തുറന്ന് കടകളെല്ലാം ഇങ്ങനെ ഓപ്പണാക്കി വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3:30-3:45 ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയായിരുന്നു. അങ്ങനെ ആ മയിൽപ്പീലി മേടിക്കാനുള്ള ഉദ്ദേശം മാത്രം ഉണ്ടായിരുന്നതിനാൽ നമ്മൾ കുറേ കടകളിലൊക്കെ നോക്കി ഭാഗ്യത്തിന് തുറന്ന ഒരു കടയിൽ നിന്നും ആ മയിൽപ്പീലി കിട്ടി. അപ്പോൾ ഞാൻ അവിടുന്ന് ആ വീഡിയോ എടുക്കാൻ നേരത്ത് അവിടെ നിന്ന് ആ ഒരു പയ്യൻ പറഞ്ഞു, ചേച്ചി വീഡിയോ എടുക്കരുതേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഞാൻ അപ്പം ആ പറയുന്നതിന് മുമ്പെടുത്ത വീഡിയോ ആണ് ആ കടയ്ക്കുള്ളിൽ നിങ്ങൾ കാണുന്നത്. അവിടെ ഒരുപാട് നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളത്, ആൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളത്, നമ്മുടെ കൊത്തുപണികളൊക്കെ ആയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ സൂക്കിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. നേരത്തെ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിനകത്ത് വെക്കേണ്ടുന്ന ആമ, അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനായിട്ടൊക്കെ തന്നെ പ്രത്യേക കടകളുണ്ട്. അപ്പോൾ ഈ സൂക്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കുറേ നടന്ന് ക്ഷീണിക്കും. അത്രത്തോളം നടക്കാനുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രമേ പോയിട്ടുള്ളൂ. ഈ കാണുന്നത് ഒരു പാലമാണ്. അതിൻ്റെ കീഴിൽ കൂടെ കടലിൽ നിന്ന് വെള്ളം കയറി ഇങ്ങോട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. ഒരു ഊറ്റ് വെള്ളം പോകുന്ന കണക്കാണ് അതിലേക്കൂടെ വെള്ളം കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്നത്. അങ്ങനെ മയിൽപ്പീലിയൊക്കെ മേടിച്ച് പുറത്ത് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്നെടുത്ത ഒരു വീഡിയോ ആണ് കൂട്ടുകാരെയും നിങ്ങൾ കാണുന്നത്. സുൽത്താൻ്റെ കപ്പലും കടലും സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ മത്രയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ തന്നെ കാണാൻ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അതിനുശേഷം പോകാമെന്ന് വിചാരിച്ചത് പാലസിലോട്ടാണ്. അപ്പോൾ എപ്പോൾ വന്നാലും സുൽത്താൻ്റെ പാലസിലോട്ട് പോവുക എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആ പോകുന്ന ആ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള പൂക്കൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതും കുറേ ദൂരമുണ്ട് ആ പൂക്കൾ കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. അങ്ങനെ ആ ഇടത് സൈഡിൽ മൊത്തം അരളിച്ചെടികളാണ്, പലതരത്തിലുള്ള അരളിച്ചെടികളുണ്ട്. പിന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് കുറേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ജമന്തി എന്ന് വെച്ചാൽ കൊങ്ങിണി അങ്ങനെയുള്ള കുറേ പൂക്കളും ഉണ്ട് കേട്ടോ. ഈ അരളിപ്പൂക്കൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടാണ്. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണി കിങ്ങിണി കിളി പാകി ഈ മകളെന്ത് ഭംഗി ഇവളുടെ കവിളിനെന്ത് കാന്തി അധരമാം ത്രിമധുരം നുകരാൻ ഭാഗ്യമേകു ഭവതി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലേ കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളേ. സത്യം പറഞ്ഞാൽ ഈ പൂക്കളൊക്കെ ഒന്ന് കാണുമ്പം അതിനൊരു ഉമ്മ കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ മണം ഒന്ന് ആസ്വദിക്കാനായിട്ട് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ വന്ന വഴിയിൽ എല്ലാ പൂക്കളുകളും ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ പുൽത്തകിടിലൂടെ നടക്കാനായിട്ടും നല്ല ഒരു രസമാണ്. നമ്മുടെ കാലൊക്കെ നല്ല എന്താ വെച്ചാൽ അങ്ങനെ നടക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പാലസിലെത്തി അപ്പോഴും അവിടെ കണ്ട കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ നിറയെ പനിനീർ പൂക്കൾ, റോസയുടെ പല തരത്തിലുള്ളതുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗത്തുനിന്നേ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ മതിലിലെല്ലാം പടർത്താൻ പറ്റിയ നല്ല പൂക്കൾ നിറഞ്ഞ ഒരു വയലറ്റും പച്ചയും കൂടെ നല്ല മിക്സായിട്ടുള്ള എന്താ പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മതിലിലൊക്കെ ഇങ്ങനെ പടർത്തി ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് മലയാണ്. ആ മലയുടെ അടിവാരത്ത് മൊത്തം അരളിച്ചെടികൾ ഇങ്ങനെ പലതരത്തിലുള്ളത് അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ കാണുന്നത് സുൽത്താൻ്റെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പം നമ്മൾ ബാക്ക് ഭാഗത്ത് പോയിട്ട് അവിടുത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ദേ അവിടെ ഒരു മഞ്ഞ കളറിൽ കണ്ടോ, അത് ഇലയല്ല, ആ ചെടിക്കകത്തെന്ന് പറഞ്ഞാൽ അത് വർഷത്തിൽ ഒരു പ്രാവശ്യം പൂക്കത്തോളം തോന്നുന്നു. പക്ഷേ അത് നിറയെ ഇലയൊന്നും ഇല്ലാതെ പൂക്കുന്ന ഒരു ചെടിയാണ്, നല്ല മഞ്ഞ കളറിൽ അതിമനോഹരിയായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു പൂമരമാണ് നിങ്ങളാ കാണുന്നത്. അത് കണ്ടപ്പോഴേ മനോഹരമായ വേറൊരു പാട്ടിൻ്റെ രണ്ടുപേരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പൂമരം പൂത്തുലഞ്ഞേ പൂവകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെൻ്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ, അങ്ങനെ ഒരു പാട്ടില്ലേ. അപ്പം നല്ല മനോഹരമായ എന്ത് നല്ല പാട്ടുകളാണല്ലേ ഇതൊക്കെ. അങ്ങനെ ആ മരം കണ്ടപ്പോൾ എനിക്ക് പാടാൻ തോന്നിയതാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ എല്ലാം അതിരിക്കുട്ടിനെയും കൊണ്ട് നടന്ന് കാണിച്ചു കേട്ടോ. കൂടുതലും അവിടെ എന്ന് പറഞ്ഞാൽ വെറൈറ്റി തരത്തിലുള്ള പലതരം കളേഴ്സിലുള്ള നല്ല വർണ്ണാഭമായിട്ടുള്ള പൂക്കളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൂക്കളുടെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. കുറേ ഇതൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഒരുപാട് പൂക്കൾ, പെറ്റൂണിയം എന്ന് പറയുന്ന ആ ഒരു പൂവാണ്. പിന്നെ കടലാസ് ചെടി, പിന്നെ പലതരത്തിലുള്ള തെറ്റികൾ, പിന്നെ വേറെ പോപ്പി എന്ന് പറയുന്ന ചെടിയുടെ പല കളേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ചെടികളുടെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ പേരറിയാത്ത കുറേ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. ഈ പൂക്കളുടെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു കുരുവികളെ പോലുള്ള കുരുവികൾ, അതായത് റോബിൻ എന്നാണ് തോന്നുന്നു ആ കിളിയുടെ പേര്, അതിങ്ങനെ ആ പുല്ലിൽ മൊത്തത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അതെല്ലാം പാറി ഇങ്ങനെ പോയി കേട്ടോ. അപ്പം പൂക്കളും കിളികളും പുല്ലും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് കാണാൻ നമുക്കെല്ലാം കണ്ണിന് കുളിർമയേകുന്ന ഒരു സ്ഥലമാണ് ഈ പാലസ് എന്ന് പറഞ്ഞിട്ട്. അത് ഈ സമയത്ത് അവിടെ നന്നായിട്ട് അവർ നല്ല ഒരുക്കി സുന്ദരമാക്കി വെച്ചേക്കും. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെ ബാക്ക് ഭാഗത്തേക്ക്, പുറകു വശത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതേ ഒരു ചെറിയ കോട്ട പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പം ഒരു കോട്ടയ്ക്കകത്തൂടി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഉള്ളത്. നല്ല രസമാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് അത് തീരുന്നിടത്ത് പിന്നെ കടലാണ് കേട്ടോ. അങ്ങനെ ദേ വീണ്ടും മലകളും കടലുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മത്രയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പം ഒരു ഭാഗം കണ്ടായിരുന്നു. അതായത് ഇതുവരെ അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഒരു പ്രത്യേക ഒരു എന്താ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു അനുഭവമായിരുന്നു. ഒരുപാട് ഉയരത്തിൽ ഒരു കോട്ട പോലെ ഒരു കാര്യം അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പുകൾ കയറി പടവുകൾ കയറി നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ ദൂരം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയായിരുന്നു കേട്ടോ. പക്ഷേ കാലൊക്കെ വയ്യാത്തവർക്ക് പൊതുവേ ഇച്ചിരി പാടാണ് കയറാൻ. എനിക്ക് കാല് ഒടിഞ്ഞതാണെങ്കിലും ആ ഒരു സ്ഥലം കണ്ടപ്പം ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അതിൻ്റെ മുകളിലേക്ക് കയറി എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അകലെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഈ സുൽത്താൻ്റെ പാലസിൻ്റെ ബാക്കിലുള്ള ആ കടലിൻ്റെ ഭാഗത്തൊക്കെ നിന്നു. ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പാണ് കയറി പോകുന്നത്. ഏകദേശം എനിക്കൊന്ന് 300-400 സ്റ്റെപ്പോളം കാണുമായിരിക്കും. അപ്പുറത്ത് കണ്ടോ, അതേപോലെ ഒരു കാര്യമാണ് ഇപ്പുറത്തെ കുന്നിലും ഉള്ളത്. ഇതേപോലെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഒരു കോട്ട പോലെ ഒരു കാര്യം അവർ കെട്ടി വെച്ചിട്ട് നമുക്ക് അവിടെ നിന്നിട്ട് ഞാൻ കയറിയപ്പോഴത്തേക്കും അങ്ങ് ക്ഷീണിച്ചു. ഭയങ്കര കാറ്റും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ കടലിൽ ഇങ്ങനെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിലോട്ട് മത്ര, അതായത് ആ പോർട്ടിൻ്റെ ഭാഗത്തെല്ലാം കുറേ കപ്പലുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം സുൽത്താൻ്റെ കപ്പൽ കൂടാതെ ഒരു 5-6 കപ്പൽ വേറെ ആ സൈഡിലോട്ടും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. അവിടുന്ന് നേരെ മാൾ ഓഫ് മസ്കറ്റിലേക്ക് വന്നു. അവിടെ നല്ല പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇച്ചിരി നേരം കണ്ടു. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റ, ടേക്ക് കെയർ.